കർത്താവിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം നമുക്ക് വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ വരുവാൻ, വലിയവനായ നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവാനും അല്പസമയം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ സ്തോത്രത്തോടെ അറിയിക്കുവാൻ ദൈവം നൽകുന്ന വിലപ്പെട്ട അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. ഇന്ന് അല്പസമയം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നാം ചിന്തിക്കുന്നത് ഐക്യതയുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ്. പ്രാർത്ഥനയിലെ ഐക്യത. ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കേണ്ട, അല്ലെങ്കിൽ ജീവിച്ച് തീർക്കേണ്ട ഒരു ജീവിതം മാത്രമല്ല. നാം ഒരുമിച്ച് ഐക്യപ്പെട്ട് സഭയിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും നമ്മുടെ ആത്മിക ജീവിതത്തിൽ നാം ഒന്നിച്ച് നിന്ന് കർത്താവിങ്കിൽ നിന്ന് ദൈവാനുഗ്രഹം പ്രാപിക്കുവാനും അനുഗ്രഹിക്കപ്പെടുവാനും വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ പലപ്പോഴും നമുക്ക് ഒറ്റയ്ക്ക് പരിഹരിക്കാൻ പറ്റുന്നവയല്ല. ആ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും മറികടക്കുവാൻ നിശ്ചയമായും നമുക്ക് സഹായകമായി ആരെങ്കിലുമൊക്കെ വേണം. അങ്ങനെ ഒരുമിച്ച് ചേർന്ന് നാം ഐക്യമത്യപ്പെട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് ചില വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിന്ന് നേരിടുന്ന ഏത് പ്രശ്നമാണെങ്കിലും അതിന് നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ, നിങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ നിലവിളിക്കുവാൻ, നിങ്ങളുടെ ഭാരങ്ങൾ സ്വന്തം ഭാരമെന്ന നിലയിൽ പങ്കുവയ്ക്കുവാനും അത് ഏറ്റെടുത്ത് ദൈവമുമ്പാകെ നിലവിളിക്കുവാനുമൊക്കെ ചിലർ നിങ്ങൾക്കുണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ വിഷയത്തിന് ദൈവം വലിയ വിടുതലയക്കുന്നത് കാണുവാനിടയാകും. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഒറ്റയ്ക്ക് നേരിടാൻ കഴിയുന്നവയല്ല. നമ്മുടെ കൂടെ ആ വിഷയത്തെ ഒന്ന് താങ്ങുവാൻ, ആ ഭാരമൊന്ന് വഹിക്കുവാൻ ചിലരൊക്കെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കർത്താവ് പ്രാർത്ഥനയ്ക്ക് എങ്ങനെ മറുപടി പ്രാപിക്കണം എന്ന വിഷയത്തെ സംബന്ധിച്ച് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു: ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കൽ നിന്ന് അവർക്ക് ലഭിക്കും. 2-ാം വാക്യം, അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു, 20-ാം വാക്യം: 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളാണ് നാം ഇന്ന് വായിച്ചു കേട്ടത്. അവിടെ കർത്താവ് പറയുകയാണ്, ഭൂമിയിൽ വെച്ച് നിങ്ങൾ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ സ്വർഗസ്ഥനായി എൻ്റെ പിതാവിങ്കൽ നിന്ന് അവർക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന കാര്യത്തിൽ ഐകമത്യപ്പെട്ടാൽ, അവിടെ ഐകമത്യപ്പെടുക എന്ന് പറയുന്ന പദം സിംഫണിയോ എന്ന് പറയുന്നൊരു ഗ്രീക്ക് പദമാണ്. നമുക്കറിയാം, അത് സംഗീത മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പദമാണ്. സിംഫണി എന്ന പദം പിന്നീട് അതിൽ നിന്ന് വന്ന പദമാണ്.
അതായത് വ്യത്യസ്തമായ ഉപകരണങ്ങൾ, സംഗീത ഉപകരണങ്ങൾ ഉണ്ട്. അതിൻ്റെയൊക്കെ ശബ്ദം വ്യത്യാസമാണ്, വ്യത്യസ്ത ശബ്ദമാണ് ഓരോ ഉപകരണങ്ങൾക്കും. എന്നാൽ ഈ വ്യത്യസ്തമായ സംഗീത ഉപകരണങ്ങൾ അത് ഉപയോഗിക്കാൻ അറിയാവുന്നവർ ഒരുമിച്ച് അതിൻ്റെ താളത്തിലും കൃത്യതയിലും ഇടവേളകളിലും അത് കൃത്യമായി ഉപയോഗിച്ചാൽ അത്രയും ഉപകരണങ്ങളിലൂടെ മനോഹരമായ ഒരു സംഗീതം പുറത്തു വരും. പ്രൈസ് ദി ലോർഡ്. അതാണ് സിംഫണി എന്ന് പറഞ്ഞാൽ. കേൾക്കാൻ ഇമ്പമുള്ള ഒരു ശബ്ദം അല്ലെങ്കിൽ ഒരു സംഗീതം, ഇത് ഉപയോഗിക്കാൻ അറിയാവുന്നവർ ഒരുമിച്ച് മീട്ടുമ്പോൾ വരുന്നു. എന്നാൽ ഇതിനിടയ്ക്ക് ആർക്കെങ്കിലും, ഏതെങ്കിലും ഒരു വ്യക്തി അതിൻ്റെ ടൈമിംഗ്, സമയമൊന്ന് തെറ്റിച്ചാൽ, താളത്തിൽ വ്യത്യാസം വരുത്തിയാൽ ആ സംഗീതം അരോചകമായി മാറും. അപ്പോൾ ഇവിടെ നമ്മുടെ കർത്താവ് പറയുകയാണ്, പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ഇതുപോലെ നിങ്ങളൊന്ന് ഐകമത്യപ്പെട്ടാൽ ദൈവത്തിന് മുമ്പിൽ അത് മനോഹരമായ ഒരു പ്രാർത്ഥനാ ഗീതമായി മാറും. ദൈവം അതിന് മറുപടി നൽകും. പ്രൈസ് ദി ലോർഡ്. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ വിഷയം, ആ വിഷയം പ്രാർത്ഥിക്കുമ്പോൾ അതിനകത്തൊന്ന് ഐകമത്യപ്പെടുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാ. അതിനോട് ചേർന്ന് നിൽക്കുക, അതിനോട് ഇടപഴകി നിൽക്കുക. എൻ്റെ സംഗീതമായി അല്ലെങ്കിൽ എൻ്റെ ആവശ്യമായി തന്നെ ഞാനതിനെ അർപ്പിക്കുന്ന നിലയിൽ അതിനോട് ഒത്തുചേരുന്ന ഒരാത്മീക അനുഭവത്തെയാണ് പ്രാർത്ഥനയിലെ ഐക്യത എന്ന് പറയുന്നത്. വിശുദ്ധ തിരുവെഴുത്ത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നാം പഠിച്ചാൽ ഐക്യതയുടെ അനുഗ്രഹത്തെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. നമുക്കറിയാം, നമ്മുടെ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവം, വിശുദ്ധ തൃത്വം. ആ ഐക്യതയിലാണ് വാസ്തവത്തിൽ ദൈവം നമ്മളെയും സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമുക്കറിയണം. പ്രൈസ് ദി ലോർഡ്. ആ ഐക്യതയെയും ആ ഒരുമയെയും തകർത്തു കളയാനാണ് പിശാച് എപ്പോഴും ശ്രമിക്കുന്നത്. ആ പദ്ധതി തിരിച്ചറിഞ്ഞ് ഞാനും നിങ്ങളും ആത്മാവിൽ ഒന്ന് ഐക്യമത്യപ്പെടാമെങ്കിൽ, പ്രത്യേകിച്ച് നാം ഇന്ന് ചിന്തിക്കുന്നത് പ്രാർത്ഥനയെ സംബന്ധിച്ച, യേശു പറയുക, നിങ്ങൾ യാചിക്കുന്ന കാര്യത്തിൽ രണ്ടുപേർ തമ്മിൽ ഐകമത്യപ്പെട്ടാൽ, പ്രൈസ് ദി ലോർഡ്, സ്വർഗസ്ഥനായ പിതാവിങ്കിൽ നിന്ന് നിങ്ങൾക്കത് ലഭിക്കും. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിലൊന്ന് ഐകമത്യപ്പെടട്ടെ. വിഷയം എന്താണെങ്കിലും, ഏത് വിഷയത്തിനാണോ ഞാനും നിങ്ങളും പ്രാർത്ഥനയ്ക്കിരിക്കുന്നത്, ആ കാര്യത്തിൽ അല്ലേ ഒരു സിംഫണി പോലെ ഒന്ന് ഐകമത്യപ്പെടാൻ ഇടയായാൽ സ്വർഗത്തിലെ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. 20-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് അല്ലേ, എന്താണ്? നിങ്ങൾ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ നിങ്ങളുടെ നടുവിലുണ്ട്. ഐകമത്യത്തോടെ പ്രാർത്ഥിക്കുന്നവരുടെ നടുവിൽ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു മനസ്സോടെ കൂടി വരുന്നവരുടെ നടുവിൽ കർത്താവ് ഇറങ്ങി വരുമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ സകല വിഷയത്തിൻ്റെയും മറുപടി, സകല പ്രതിസന്ധിയുടെയും പരിഹാരം ദൈവം ഇറങ്ങി വരുമ്പോഴാണ് സംഭവിക്കുന്നത്. ദൈവം എവിടെയാണ് ഇറങ്ങി വരുന്നത്? അവൻ്റെ നാമത്തിൽ ഐകമത്യപ്പെട്ട് ഒരു മനസ്സോടെ കൂടി വരുന്നവരുടെ നടുവിലാണ് അല്ലേ കർത്താവ് ഇറങ്ങി വരുന്നത്. കർത്താവ് ഇറങ്ങി വന്നാൽ നമുക്കറിയാം അത്ഭുതങ്ങൾ സംഭവിക്കും. യഹോവ എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. അങ്ങനെ നാം ഐകമത്യപ്പെട്ട് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുകയും ഒരു മനസ്സോടെ അവനെ കാത്തിരിക്കുകയും അവിടുത്തെ സാന്നിധ്യത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്യുമ്പോൾ കർത്താവ് ഇറങ്ങി വരികയാണ്. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുകയാണ്, നമ്മുടെ പ്രതികൂലങ്ങൾ മാറുകയാണ്. എത്ര വലിയ പ്രശ്നമാണെങ്കിലും, എത്ര വലിയ പ്രതികൂലമാണെങ്കിലും അതിന് പരിഹാരമുണ്ടാകുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ്. ദൈവം ഇറങ്ങി വന്നാൽ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. സ്തോത്രം. ഒരു സിംഫണി പോലെ ഐകമത്യത്തോടെ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ സ്വർഗത്തിലെ ദൈവം അവിടുത്തെ കരം നമുക്ക് വേണ്ടി ചലിപ്പിക്കാനിടയായിത്തീരും. എന്നാൽ സാത്താൻ ഇതറിയാവുന്നത് കൊണ്ട് പലപ്പോഴും അവർ ദൈവമക്കളുടെ ഇടയിൽ അനൈക്യം സൃഷ്ടിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഐക്യത നഷ്ടപ്പെടുത്തുന്നു.
ഒരുവന്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് അവൻ്റെ വിഷയമല്ലേ, അവളുടെ വിഷയമല്ലേ എന്ന നിലയിൽ ആളുകൾ വ്യക്തിപരമായി സ്വാർത്ഥതയിലേക്ക് ചുരുങ്ങുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? പ്രാർത്ഥനയിലെ ആ സിംഫണി ഉണ്ടാകുന്നില്ല, ഐക്യത ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ദൈവത്തിങ്കിൽ നിന്ന് നമുക്കൊന്നും പ്രാപിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ദൈവം വെച്ചിരിക്കുന്നത് വ്യത്യസ്ത കുടുംബത്തിൽ നിന്ന് വന്നവരാണ് ഞാനും നിങ്ങളും. വ്യത്യസ്തമായ വിഷയങ്ങളാണ് നമുക്കുള്ളത്. പക്ഷേ തിരുവെഴുത്ത് പറയുന്നു, ക്രിസ്തുവെന്ന ശരീരത്തിൻ്റെ സഭയുടെ ഭാഗമായി, ക്രിസ്തുവെന്ന ആ ശിരസിൻ്റെ ഭാഗമായിട്ടുള്ള ശരീരത്തിലെ അവയവങ്ങളാണ് ഞാനും നിങ്ങളും. നമ്മിലൂടെ വ്യാപരിക്കുന്നത് അവിടുത്തെ കൃപയാണ്, അവിടുത്തെ രക്തമാണ്, അവിടുത്തെ ആത്മാവാണ്. ഏകാത്മാവിനാലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മളെ നയിക്കുന്ന പരിശുദ്ധാത്മാവ്, നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തി നമ്മളെ ഒന്നിപ്പിക്കുന്നതാകയാൽ, നാം ഒന്നൈക്യതപ്പെടാൻ തുടങ്ങിയാൽ ഈ ദിവസങ്ങളിൽ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുക. ആമേൻ. അത് സഭയുടെ ആകട്ടെ, കുടുംബങ്ങളുടെ ആകട്ടെ, പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. ക്രിസ്തുവിൻ്റെ കൃപയിലേക്ക് നമുക്കൊന്ന് അടുത്തു വരാം. അനൈക്യം സൃഷ്ടിക്കുന്ന പിശാചിൻ്റെ പദ്ധതികളെ നമുക്ക് ശാസിക്കാം, അതിനകത്തൊന്ന് പുറത്തു വരാം. കാരണം നമ്മുടെ കർത്താവ് വേർപാടിൻ്റെ നടിച്ചുവരുകളെ ഇടിച്ചു കളയുന്ന ദൈവമാണ്, ഇടിച്ചു കളഞ്ഞ ദൈവമാണ്. അവൻ ഇരുപക്ഷത്തെയും ആത്മാവിൽ ഒന്നാക്കിയ ദൈവമാണ്. ആ കർത്താവിൻ്റെ ആത്മാവ് എവിടെ ഇറങ്ങി വരുമോ അവിടെ ഐക്യത ഉണ്ടാകും. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവജനമേ, നമുക്കൊന്ന് ആത്മാവിൽ ഐക്യമത്യപ്പെടാം. ഒരുപാട് പേര് വേണമെന്നും കർത്താവ് പറഞ്ഞില്ല, രണ്ടുപേരൊന്ന് ഐക്യമത്യപ്പെട്ടാലെന്നാ കർത്താവ് പറഞ്ഞത്. നമുക്കൊന്ന് ഐകമത്യപ്പെടാം. അങ്ങനെ ഐകമത്യപ്പെട്ടാൽ പ്രാർത്ഥനയ്ക്ക് ദിവസങ്ങളിൽ മറുപടി ഉണ്ടാകുക. നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് അത്ഭുതകരമായ വിടുതലുകൾ സംഭവിക്കുവാനിടയായിത്തീരും. വിശുദ്ധ തിരുവെഴുത്ത് പരിശോധിച്ചാൽ ഐകമത്യപ്പെട്ട ആരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ദൈവം അത്ഭുതകരമായ വിടുതൽ അയച്ചിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാവുന്ന പഴയ നിയമത്തിലെ ഒരു ചരിത്രം നമുക്ക് നോക്കാം. അമാലേക്യരുമായിട്ടുള്ള യുദ്ധം നടക്കുക. യുദ്ധം നടക്കുമ്പോൾ മോശ ഇപ്രകാരം പറഞ്ഞു, ഞാൻ ആ കുന്നിന് മുകളിൽ കയറി ദൈവത്തിൻ്റെ വടിയും കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും, ഞാൻ എൻ്റെ കൈ ഉയർത്തിപ്പിടിച്ചു പ്രാർത്ഥിക്കും. മോശ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറി തൻ്റെ കരം ഉയർത്തി പ്രാർത്ഥിക്കാനിടയായി. എന്താ സംഭവിച്ചത്? തിരുവെഴുത്ത് പറയുന്നു, മോശയുടെ കരം ഉയർന്നിരിക്കുന്ന സമയം ഇസ്രായേൽ മക്കൾ ജയിച്ചു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ മോശയുടെ കൈക്ക് ഭാരം തോന്നി. നമുക്കറിയാം, ഒരു മനുഷ്യനാണ്, എത്ര നേരം ഇങ്ങനെ കൈ ഉയർത്തിപ്പിടിച്ചു പ്രാർത്ഥിക്കാൻ പറ്റും? കുറച്ച് കഴിഞ്ഞപ്പോൾ ഭാരം തോന്നി, മോശ കൈ താഴ്ത്തി. സംഭവിച്ചതെന്താ? മോശയുടെ കൈ താണപ്പോൾ ഇതാ ഇസ്രായേൽ പരാജയപ്പെടുകയാണ്, അമാലേക്യർ ജയിക്കുകയാണ്. ഇന്ന് പകൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ കരമുയർന്നിരിക്കുന്നതാ ജയമെന്ന് പറയുന്നത്. ഒരു വിശ്വാസിക്ക് ആത്മീയ ജയമാണോ? അവൻ പ്രാർത്ഥനയിൽ ശക്തീകരിക്കപ്പെടണം. നിങ്ങൾ ആരുമാകട്ടെ, പാസ്റ്ററാകട്ടെ, വിശ്വാസിയാകട്ടെ, ഏത് വ്യക്തിയുമാകട്ടെ, പ്രാർത്ഥനയുടെ കരം സ്വർഗത്തിലേക്ക് ഉയർത്തുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പരാജയമുണ്ടാകുക, നിങ്ങളുടെ കുടുംബത്തിനകത്ത് പരാജയമുണ്ടാകുക, നിങ്ങളുടെ സഭയ്ക്കകത്ത് പരാജയമുണ്ടാകുക. നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്തെല്ലാം നിങ്ങൾ പരാജയപ്പെടാൻ തുടങ്ങും. പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ കരം ഈ ദിവസങ്ങളിൽ ഉയരാമെങ്കിൽ, സ്തോത്രം, കർത്താവ് അത്ഭുതകരമായ ജയം നിങ്ങളായിരിക്കുന്ന മേഖലകളിലൊക്കെ നൽകുമെന്ന് ഞാൻ ഇന്ന് പകൽ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നോക്കണേ, മോശയുടെ കൈ താഴാൻ തുടങ്ങിയപ്പോൾ ഇസ്രായേൽ പരാജയപ്പെടാൻ തുടങ്ങി. പക്ഷേ ഈ കാഴ്ച കണ്ടുകൊണ്ട് അവിടെ അഹരോനും ഹൂരും നിന്നിരുന്നു. നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 8 മുതൽ 13 വരെയുള്ള വേദഭാഗങ്ങളിലാണ് ഈ കാര്യം പറയുന്നത്. എന്താണ് സംഭവിച്ചത്? അഹരോനും ഹൂരും ഈ കാഴ്ച കണ്ടു. മോശയുടെ കൈ താഴുന്നു. ഉയർന്നിരിക്കുമ്പോൾ നമ്മൾ ജയിക്കുന്നു, കൈ താഴുമ്പോൾ ഇതാ പരാജയപ്പെടുകയാണ്. അഹരോനും ഹൂരും ഈ കാഴ്ച കണ്ടിട്ട് അവർ തീരുമാനമെടുത്തു. അതിനെക്കുറിച്ച് അവിടെ വായിക്കുന്നുണ്ട്, വായിക്കാം. യെസ്, നീ ആളുകളെ തെരഞ്ഞെടുത്ത് അമാലേക്കിനോട് യുദ്ധം ചെയ്യുക എന്ന് മോശ യോശുവയോട് പറഞ്ഞു.
നാളെ ഞാൻ കുന്നിനു മുകളിൽ ദൈവത്തിൻ്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കും എന്ന് പറഞ്ഞു. മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു. അമാലേക്കിനോട് പൊരുതു. മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. മോശ കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും. എന്നാൽ മോശയുടെ കൈക്ക് ഭാരം തോന്നിയപ്പോൾ ഇതാ അഹരോനും ഹൂരും ചെയ്തത് അവിടെ എഴുതിയിരിക്കുന്നു. അവർ കല്ലെടുത്തു വെച്ച് അവർ അതിന്മേൽ ഇരുന്നു. അഹരോനും ഹൂരും ഒരുത്തനപ്പുറത്തും ഒരുത്തൻ ഇപ്പുറത്തും ഇരുന്ന് മോശയുടെ കൈ താങ്ങി. അങ്ങനെ മോശയുടെ കൈ സൂര്യൻ അസ്തമിക്കും വരെ ഉറച്ചു നിന്നു. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ റിസൾട്ട് അമാല്യക്ക് ശക്തിയെ ഇസ്രായേൽ പരാജയപ്പെടുത്താനിടയായി. ദൈവം തൻ്റെ ജനത്തിന് അത്ഭുതകരമായൊരു ജയം നൽകി. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്, പ്രാർത്ഥനയിലെ ഐക്യത മനസ്സിലായോ? ആമേൻ. ഒറ്റയ്ക്ക് നേടിയെടുക്കാൻ പറ്റില്ല ചില യുദ്ധങ്ങൾ, ചില വിജയങ്ങൾ ഒറ്റയ്ക്ക് നേടാൻ പറ്റുകയില്ല. ചില വിഷയങ്ങൾ നമുക്ക് ഭാരം തോന്നിപ്പിക്കുന്നവയാ, ചിലത് മറികടക്കാൻ പാടുള്ളതാ, ചില വിഷയങ്ങൾ വല്ലാതെ നമ്മളെ ഭാരപ്പെടുത്തുന്നതാ, ചില വിഷയങ്ങൾ ഒറ്റയ്ക്ക് പൊരുതി ജയിക്കാൻ പറ്റുന്നവയല്ല, അതിന് സഹായിക്കാൻ ചിലരാവശ്യമാണ്. മോശയുടെ കൈക്ക് ഭാരം തോന്നി മോശ കൈ താക്കുമെന്ന് കണ്ടപ്പോ ഇതാ അഹരോനും ഹൂരും ആമൻ മനസ്സിലാക്കിയിട്ട് മോശയുടെ ഇപ്പുറത്തും രണ്ട് കല്ലെടുത്ത് വെച്ച് ആമൻ മോശയുടെ കൈ താങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ മോശയുടെ കൈ ഉറച്ചു നിന്നു. ഫലം ഇസ്രായേൽ ജയിച്ചു. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ ഭാഗത്തെന്താ സംഭവിച്ചത്? ആ വിഷയത്തിൽ മോശയോട് ചേർന്ന് അഹരോനും ഹൂരും ഐക്യതപ്പെടുകയായിരുന്നു. ഇത് മോശയുടെ മാത്രം വിഷയമല്ല, മോശ മാത്രം പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമല്ല, മോശ മാത്രം ഒറ്റയ്ക്ക് ആമേ പോരാടേണ്ട വിഷയമല്ല. ഇത് ഞങ്ങളുടെ വിഷയമാണ്. ഞങ്ങൾക്കിതിനകത്തൊരു പാർട്ടുണ്ട്, ഞങ്ങൾക്കിതിനകത്തൊരു പങ്കാളിത്തമുണ്ട്. അവർ ചെല്ലുകയാണ് ആ കൈയൊന്നു താങ്ങാൻ. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിഷയങ്ങൾ, ഭാരം തോന്നിപ്പിക്കുന്ന നിങ്ങളുടെ വിഷയം, വലിയ ഭാരമുള്ള കല്ല് പോലെയുള്ള വിഷയം, ഭാരമുള്ള മതിൽ പോലെയുള്ള വിഷയം, മറികടക്കാൻ പറ്റാത്ത ചില പോരാട്ടങ്ങൾ, ജയിക്കുവാൻ സാധ്യതയില്ലെന്ന് ചിന്തിക്കുന്ന വലിയ പ്രശ്നത്തിന്റെ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഇന്ന് ആത്മാവിൽ തൂതു പറയുകയാണ്. അഹരോനെയും ഹൂരിനെയും പോലെ ചിലരെ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് കഴിയുമോ? മനസ്സൊരുക്കമുള്ള, പ്രാർത്ഥനയിൽ ഐക്യതപ്പെടാൻ താല്പര്യമുള്ള, ഭാരം താങ്ങാൻ മനസ്സുള്ള, കരം കൊടുക്കുവാൻ മനസ്സുള്ള, പ്രാർത്ഥിക്കുവാൻ മനസ്സുള്ള ചിലരെ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ഈ ദിവസങ്ങൾ നിങ്ങൾ ഭാരപ്പെടുന്ന ചില വിഷയങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ജയം നൽകുകയാ. അഹരോനെയും ഹൂരിനെയും പോലെ മനസ്സിലുള്ള ചിലരുണ്ടോ? ചില അത്ഭുതകരമായ ജയം ദൈവം നിങ്ങൾക്ക് തരും. നടക്കത്തില്ലെന്ന് പറഞ്ഞത് നടക്കാനിടയായി തീരും. ഒരിക്കലും നേടാൻ കഴിയാത്തത് ചിലത് നേടുവാനിടയായി തീരും. ഈ ദിവസങ്ങളില് അവൻ ഭാരം താങ്ങുന്ന ചിലര് ആത്മാവ് ഈ ദിവസങ്ങളിൽ ഒരുക്കട്ടെ. ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോ ഭാരം തോന്നുന്ന ചില വിഷയങ്ങൾ, മറികടക്കാൻ പറ്റാത്ത ചില വിഷയങ്ങൾ മറികടക്കണമെങ്കിൽ സഹായിക്കാൻ, പിന്തുണയ്ക്കാൻ ചിലർ വേണം. കർത്താവ് പറഞ്ഞതുപോലെ നിങ്ങൾ രണ്ടുപേർ തമ്മിൽ ഐകമത്യപ്പെട്ടാൽ, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ കൃപയുള്ള, അഭിഷേകമുള്ള, താല്പര്യമുള്ള, മനസ്സൊരുക്കമുള്ള ചിലരുണ്ടെങ്കിൽ ചില വിഷയത്തിന് നിശ്ചയമായും മറുപടി പ്രാപിക്കുവാൻ ഇടയായിത്തീരുമെന്ന് ഞാനും നിങ്ങളും അറിയണം. അപ്പോൾ ഐകമത്യപ്പെട്ടാൽ ജയമുറപ്പാണ്. നമുക്കറിയാം, ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 30 വരെയുള്ള വേദഭാഗങ്ങൾ നിങ്ങളിപ്പോൾ സമയത്തിൻ്റെ കുറവ് മൂലം വായിക്കേണ്ട, ഞാൻ ആ വിഷയം പറയാം. അവിടെ എങ്കിലും എൻ്റെ 1-2 വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. അതിൻ്റെ ശേഷം മോവാബ്യരും അമോന്യരും അവരോടുകൂടെ മെയൂന്യരിൽ ചിലരും യഹോശാഫാത്തിന് നേരെ യുദ്ധത്തിന് വന്നു.
ചിലർ വന്ന് യഹോശാഫാത്തിനോട്, വലിയൊരു ജനസമൂഹം കടലിനക്കരെ നിനക്കെതിരെ നിന്റെ നേരെ വരുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. നോക്കിയ ഒരു വലിയ പോരാട്ടം, ഒരു വലിയ ജനസമൂഹം യഹോശാഫാത്തിനു നേരെ യുദ്ധത്തിന് വരികയാണ്. ജീവിതത്തിൽ പരാജയം അല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കാനില്ല. കാരണം അത്ര വലിയ ഒരു സൈന്യമാണ് അവർക്കെതിരെ വരുന്നത്. രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. ഈ ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിൽ യഹോശാഫാത്തിനും മനസ്സിലായി, ദൈവത്തിനല്ലാതെ മറ്റാർക്കും ഞങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പ്രവർത്തിച്ചാലല്ലാതെ ഞങ്ങൾക്ക് ഒരു വിടുതലില്ല. സ്തോത്രം. യഹോശാഫാത്ത് ദൈവഭക്തനായ മനുഷ്യൻ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുവാൻ തീരുമാനിച്ചു. ഈ വലിയ ജനക്കൂട്ടം വരുന്നത് കണ്ട് യഹോശാഫാത്ത് ഭയപ്പെട്ടു. യഹോവയെ അന്വേഷിക്കുവാൻ താല്പര്യപ്പെട്ട് യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. അങ്ങനെയല്ലേ? നോക്കണേ, വലിയൊരു ജനക്കൂട്ടം വരുന്നത് കണ്ടപ്പോൾ ദൈവത്തെ അന്വേഷിക്കുവാൻ യഹോശാഫാത്ത് താല്പര്യപ്പെട്ടു. ഉപവസിച്ചു പ്രാർത്ഥിക്കുവാൻ തീരുമാനിച്ചു. നോക്കണേ, ജയം വേണോ? ദൈവസന്നിധിയിൽ വ്യക്തികൾ നിലവിളിക്കാൻ എഴുന്നേൽക്കണം, ഉപവസിക്കുവാൻ എഴുന്നേൽക്കണം, ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുവാൻ എഴുന്നേൽക്കണം. യഹോശാഫാത്ത് മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. യഹോശാഫാത്ത് മാത്രം പ്രാർത്ഥിച്ചാൽ നടക്കില്ല. ആരെങ്കിലുമൊക്കെ കുറച്ചുപേരും മാത്രം ഒരുങ്ങിയാൽ പോരാ, താല്പര്യപ്പെട്ടാൽ പോരാ. പകരം യഹൂദയിൽ എല്ലായിടത്തും അവനൊരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. സ്തോത്രം. വായിക്കാം 4-ാം വാക്യം. നോക്കണേ, യഹോവയോട് സഹായം ചോദിപ്പാൻ യഹൂദ്യർ ഒന്നിച്ചുകൂടി. ഒരാളാണോ? ഒരു കുടുംബത്തിൽ നിന്നാണോ? മുഴുവൻ ആളുകളും ഒന്നിച്ചുകൂടി. നോക്കിയേ, ഐകമത്യപ്പെടുകയാ, ഒന്നിക്കുകയാ. ഒരു സിംഫണി പോലെ, ഒരു അല്ലേ ചരടിനകത്ത് കോർത്ത മുത്തുപോലെ യഹൂദ്യരെല്ലാവരും ഒന്നിക്കുകയാ. ഇതേതെങ്കിലും വ്യക്തിയുടെ വിഷയമല്ല, ഒരു കുടുംബത്തിന്റെ വിഷയമല്ല, ഒരു രാജ്യത്തിന്റെ വിഷയമാ, ഒരു വലിയ സമൂഹത്തിന്റെ വിഷയമാ. അതിനകത്ത് ആരും മാറി നിന്നില്ല. യഹൂദ്യരെല്ലാവരും ഒന്നിച്ചുകൂടി. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവസഭയ്ക്കകത്തൊരു പ്രതിസന്ധി ഉണ്ടായ ആരെങ്കിലും, ചില ആൾക്കാർ പ്രാർത്ഥിക്കട്ടെ, ആരെങ്കിലുമൊക്കെ പ്രാർത്ഥനയ്ക്ക് കുറച്ചു പേരുണ്ടല്ലോ, അവർ ചെയ്യട്ടെ എന്നല്ല. എല്ലാവരും ഒരുമിച്ച് കൂടി. ഒരു കുടുംബത്തിനൊരു വിഷയമുണ്ടായാൽ കുടുംബത്തിൽ അപ്പൻ പ്രാർത്ഥിക്കട്ടെ, അമ്മ പ്രാർത്ഥിക്കട്ടെ എന്നല്ല, കുടുംബത്തിനകത്തുള്ള എല്ലാവരും ഒന്നിച്ചുകൂടി അവൻ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ അവൻ ദൈവത്തിന്റെ പ്രവൃത്തി അതിശക്തമായി വെളിപ്പെടുമെന്ന് ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. യഹൂദ്യരെല്ലാവരും ഒന്നിച്ചുകൂടി. പ്രൈസ് ദി ലോർഡ്. വായിക്കാം. കണ്ടോ? സകല യഹൂദ നഗരങ്ങളിൽ നിന്നും അവർ യഹോവയെ അന്വേഷിക്കുവാൻ അവൻ ഒരുമിച്ച് കൂടി വന്നു. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരും അതിലൊഴിവായില്ല. ഒരുമിച്ച് കൂടിയാൽ ഒരു അനുഗ്രഹം ഉണ്ടാകും, ഒന്നിച്ചാൽ ഒരു വിടുതൽ ഉണ്ടാകും. അത് കുടുംബമാണെങ്കിലും സഭയാണെങ്കിലും അവൻ ഒരുമിച്ചാൽ ഒരു വലിയ വിടുതലുണ്ടാകും. ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ ഒരു കുടുംബത്തിനകത്ത് അനുഗ്രഹം വേണോ? അപ്പനും അമ്മയും മാത്രം പ്രാർത്ഥിച്ച പോരാ, കുഞ്ഞുങ്ങളും ചേർന്ന് പ്രാർത്ഥിക്കണം. അവനൊരു സഭയ്ക്കകത്തൊരു വിഷയമുണ്ടായാൽ, പലപ്പോഴും ഈ സഭകളിലൊക്കെ ഒരു വിഷയമുണ്ട്, പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം കുറച്ച് പേരെ എന്ത് ചെയ്തിട്ടുണ്ട്? അവർ പ്രാർത്ഥിച്ചോട്ടെ. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന കുറച്ച് പേരുണ്ട്. അവരെന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. ചില ആളുകൾ വിചാരിക്കുന്നത് ഞങ്ങൾക്കിതൊന്നും ബാധകമേ അല്ല, ഇതൊന്നും ഞങ്ങളുടെ വിഷയമേ അല്ല, അവർ പ്രാർത്ഥിച്ചോട്ടെ.
അവരുടെ വിഷയമാണ്, അവർ ചെയ്തോട്ടെ. അങ്ങനെയാണോ? അല്ല, ഇതെല്ലാവരുടെയും വിഷയമാണ്. എല്ലാവരും ഒരുമിക്കേണ്ടതാണ്. ദൈവസഭയ്ക്കെതിരെ ഒരു പോരാട്ടമുണ്ടായാൽ കുഞ്ഞുകുട്ടി, ആബാല, വൃദ്ധം സകലരും എഴുന്നേൽക്കേണ്ടതാണ്. കുടുംബത്തിനൊരു പ്രതിസന്ധി ഉണ്ടായാൽ കുടുംബത്തിനകത്ത് എല്ലാവരും എഴുന്നേൽക്കണം. എല്ലാവരും പ്രാർത്ഥിച്ചാൽ, എല്ലാവരും ഒരുമിച്ചാൽ അതൊരു വലിയ വിജയമാണ്. ഇതാ യഹൂദ്യരെ ഒക്കെയും എല്ലാ നഗരങ്ങളിൽ നിന്നും അവരൊന്നിച്ചുകൂടി ദൈവത്തെ അന്വേഷിക്കുവാൻ വന്നു. ഞാനത് വിശദീകരിക്കുന്നില്ല. വന്നു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അവർക്ക് ആലോചന പറഞ്ഞു കൊടുത്തു. എങ്ങനെ ഈ യുദ്ധം ജയിക്കണം, എങ്ങനെ ഈ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം, ദൈവം അവർക്ക് ആലോചന പറഞ്ഞു. നിങ്ങളൊന്ന് വിശദമായിട്ടൊന്ന് പോയി വായിച്ചാൽ മതി. ദൈവം പറഞ്ഞ വിചിത്രമായ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ നടക്കുന്ന കാര്യമല്ല ദൈവം പറഞ്ഞത്. ഈ യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ വാളെടുത്ത് വെട്ടണ്ട, നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. അല്ലേ? യുദ്ധത്തിന് പോകുമ്പോൾ മുമ്പിൽ സംഗീതക്കാരെ നിയമിക്കണം. നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കാൻ ആളുകളെ നിർത്തണം. 21-ാം വാക്യം ഒന്ന് വായിക്കാം. പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധാലങ്കാരം ധരിച്ച്, ആമേൻ, വിശുദ്ധാലങ്കാരം ധരിച്ചുകൊണ്ട് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പീൻ, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് അവൻ പാട്ടുപാടുവാൻ സംഗീതക്കാരെ നിയമിച്ചു. എത്രവർക്കും മനസ്സിലാകുന്നുണ്ട്? നോക്കണേ, ഒരു വലിയ പ്രതിസന്ധി മുമ്പിൽ നിൽക്കുമ്പോൾ, വലിയ പ്രശ്നങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവം പറയുക, സൈന്യത്തിന് മുമ്പിൽ നിന്ന് ഈ ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കാൻ, അവിടുത്തെ നാമത്തിനും മഹത്വം കരയറ്റാൻ, ദൈവത്തെ ആരാധിക്കുവാൻ അവൻ വിശുദ്ധ വസ്ത്രാലങ്കാരം ധരിച്ച് ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കാൻ ആളുണ്ടെങ്കിൽ പ്രവർത്തിക്കാൻ ഞാൻ ശക്തൻ. ദൈവത്തിൻ്റെ യുദ്ധതന്ത്രം വ്യത്യസ്തമാണ്. പ്രാർത്ഥനയ്ക്കുള്ള മറുപടി ദൈവത്തിൻ്റെ കയ്യിൽ ഉണ്ട് കേട്ടോ. നമ്മുടെയൊക്കെ വിഷയത്തിനുള്ള മറുപടി ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ദൈവം പറയുന്നത് പോലെ പ്രവർത്തിക്കണം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവം പറയുന്നത് പോലെ അവൻ മുന്നോട്ട് സ്റ്റെപ്പുകൾ വെക്കാമെങ്കിൽ, അതിന് ഐകമത്യത്തോടെ ദൈവത്തിൻ്റെ സഭ, ദൈവത്തിൻ്റെ മക്കൾ അവൻ മുന്നോട്ട് ചലിക്കാമെങ്കിൽ ജയം ദൈവം നമുക്ക് തരാനിടയായിത്തീരും. നമ്മുടെ വിഷയത്തിന് മേൽ ദൈവം പ്രവർത്തിക്കാനിടയായിത്തീരും. ഐകമത്യത്തോടെ അവിടെ ചോദ്യങ്ങൾക്ക് അവകാശമില്ല. അങ്ങനെയൊക്കെ ചെയ്താൽ എന്ത് വിടുതലുണ്ടാകും? യുദ്ധത്തിന് ആളുകൾ വരുമ്പോൾ പാട്ടുപാടിക്കൊണ്ട് നിന്നാൽ എന്ത് അനുഗ്രഹമാണ് ഉണ്ടാകുന്നതെന്ന് ചോദിക്കാനല്ല, പാടിക്കൊണ്ടിരുന്നാൽ എങ്ങനെ വിടുതലുണ്ടാകുമെന്ന് ചിന്തിക്കാനല്ല. ഈ പാട്ടിനകത്തൊരു പ്രത്യേകതയുണ്ട്, ഈ ആരാധനയ്ക്കകത്തൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയാം, ആത്മികന്റെ ആരാധന എന്ന് പറയുന്നത് സാധാരണ ആരാധനയല്ല. ആത്മികന്റെ ആരാധനയ്ക്കകത്ത് ഒരു വലിയ ശക്തി വ്യാപരിക്കുന്നുണ്ട്. കാരണം ഈ ആരാധനയ്ക്കകത്ത് വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ. ഞാനും നിങ്ങളും ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വരും. ദൈവത്തിന്റെ പരിശുദ്ധമായ ശക്തി അവിടെ ഇറങ്ങി വരും. കുടുംബത്തിനകത്താകട്ടെ, വാഴ്ത്തുവാനും സ്തുതിക്കുവാനും നിങ്ങൾ തയ്യാറാകുമ്പോൾ, ദൈവത്തിന് മഹത്വം കരയേറ്റുമ്പോൾ നിങ്ങളുടെ ആരാധനയ്ക്കകത്തേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. നിങ്ങൾക്കറിയാമോ, തിരുവെഴുത്ത് പറയുന്നു, ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ആരാധനയ്ക്കകത്ത് ദൈവമക്കൾ ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രമെന്ന യാഗമർപ്പിക്കുമ്പോൾ ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. ദൈവം വരുന്നിടത്ത് ഇരുട്ടിന് അധികാരമില്ല, ഇരുട്ടിന്റെ ശക്തികൾക്ക് അവിടെ അധികാരമില്ല. ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നിടത്ത് ശാപങ്ങൾ പൊട്ടിമാറുവാനിടയായിത്തീരും. ദൈവ സാന്നിധ്യം വരുന്നിടത്ത് ബന്ധനങ്ങൾ അഴിയാനിടയായിത്തീരും. ദൈവ സാന്നിധ്യം വരുന്നിടത്ത് സകല കെട്ടുകളും അഴിയും. നിങ്ങൾക്കറിയാമല്ലോ, കാരാഗ്രഹത്തിനകത്ത് പൗലോസും ശീലാസും അർദ്ധരാത്രി പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. അല്ലേ? ദൈവം തന്റെ ദാസന്മാർക്ക് സ്വാതന്ത്ര്യം നൽകി. ഇന്ന് പകൽ ആത്മികന്റെ ആരാധന, അവന്റെ പ്രാർത്ഥന ശക്തിയുള്ളതാ. ഐകമത്യത്തോടെ, വിശുദ്ധിയോടെ, വിശുദ്ധ വസ്ത്രാലങ്കാരം ധരിച്ച് അവൻ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന ജനം ആത്മാവിൽ പാടി സ്തുതിച്ചാൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തി കാണാനിടയായിത്തീരും. നമ്മൾ വായിക്കുന്നത്, അവർ ദൈവത്തെ അങ്ങനെ സ്തുതിച്ചപ്പോൾ ദൈവം അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തു. ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. അവർ പാടി സ്തുതിച്ചപ്പോൾ ദൈവം പതിയിരിപ്പുകാരെ വരുത്തുകയും അങ്ങനെ ആമേൻ ഈ വന്ന വലിയ പുരുഷാരം
മഹാജനം പരാജയപ്പെട്ടു, ഇസ്രായേലിന് മുമ്പിൽ തോറ്റോടുവാനിടയായി. ഐകമത്യപ്പെട്ടാൽ വലിയ ജയമുണ്ട്, ഒരുമിച്ചാൽ ജയമുണ്ട്. ഒരു സിംഫണി പോലെ അപശബ്ദം കേൾക്കരുത്, അനൈക്യമുണ്ടാകരുത്. ഒരേ ശബ്ദത്തിൽ ആമേൻ, ഒരേ ആത്മാവിൽ ആമേൻ, ഒരേ വിശ്വാസത്തിൽ ഈ ദിവസങ്ങളൊന്നും ഒന്നിക്കാമെങ്കിൽ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. വചനം പറയുന്നത് പോലെ സെരുബ്ബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ ആമേൻ, നീ സമഭൂമിയായി മാറും. കൃപ കൃപ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനതിനെ ആണിക്കല്ല് കയറ്റുക. ഈ ദിവസങ്ങളിൽ എത്ര വമ്പൻ പ്രശ്നമാണെങ്കിലും, എത്ര വലിയ പ്രതികൂലമാണെങ്കിലും, ആത്മാവിൽ ഐക്യതപ്പെടുന്ന ജനം ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ അവൻ പോരാട്ടങ്ങൾ മാറാനിടയായിത്തീരും, പ്രതിസന്ധികൾ മാറാനിടയായിത്തീരും, വെല്ലുവിളികൾ നീങ്ങാനിടയായിത്തീരും. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഐക്യതപ്പെടുക, ആത്മാവിൽ ഒന്നിക്കുക. നമുക്കറിയാം, പത്രോസിനെ തടവിൽ പാർപ്പിച്ചു. സഭ അവന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. എന്താ സംഭവിച്ചത്? ദൈവത്തിൻ്റെ ദൂതൻ കാരാഗൃഹത്തിനകത്തേക്ക് വന്നു. അവിടെ ചിലർ ആത്മാവിൽ ഐക്യതപ്പെട്ടപ്പോൾ, ദൈവത്തിൻ്റെ സഭ ആത്മാവിൽ ഐക്യതപ്പെട്ടപ്പോൾ, അവരാത്മാവിൽ പ്രാർത്ഥിച്ചപ്പോൾ കാരാഗൃഹത്തിനകത്തേക്ക് ദൂതൻ ഇറങ്ങി. ഇന്ന് നാം ഒന്ന് ആത്മാവിൽ ഐക്യതപ്പെടാമെങ്കിൽ, വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ നിങ്ങളൊന്ന് ഐക്യതപ്പെടാമെങ്കിൽ, പ്രാർത്ഥനയിലൊന്ന് ഐക്യതപ്പെടാമെങ്കിൽ ദൂതൻ ഇറങ്ങും. ദൂതൻ എവിടെ ഇറങ്ങിയ? കാരാഗൃഹത്തിനകത്ത്. സഭയ്ക്കൊരിക്കലും കാരാഗൃഹത്തിനകത്ത് പോയി പത്രോസിനെ വിടുവിച്ചു കൊണ്ടുവരാൻ പറ്റുകയില്ല. റോമൻ കാരാഗൃഹത്തിനകത്ത് അങ്ങനെ പോകാൻ പറ്റില്ല. പക്ഷേ ദൂതൻ അവിടെ പോകാൻ പറ്റും. ആമേൻ. നമ്മുടെ ചില വിഷയങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റില്ലായിരിക്കാം, ചില വിഷയങ്ങൾക്കകത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ലായിരിക്കാം. എന്നാൽ നാം പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, ആത്മാവിൽ ഐക്യതപ്പെടാൻ തയ്യാറായാൽ, നമ്മൾക്ക് പോകാൻ പറ്റാത്തിടത്ത് ദൈവം തൻ്റെ ദൂതനെ അയക്കും. നിനക്ക് പോകാൻ പറ്റാത്തിടത്ത് ദൈവത്തിൻ്റെ ദൂതനെ അയക്കും. സ്തോത്രം. നിനക്ക് പ്രവർത്തിക്കാൻ പറ്റാത്തിടത്ത് ദൈവത്തിൻ്റെ കരം ഇറങ്ങിച്ചെല്ലും. ഈ ദിവസങ്ങൾ വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിക്കാൻ, ആത്മാവിലൊന്ന് ഒരുങ്ങി ചില മണ്ഡലങ്ങളിലേക്ക് ദൈവം തൻ്റെ പ്രവൃത്തി അയക്കാൻ പോകുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ നാം ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ, ചില മേഖലകളിലേക്ക് ദൈവം തൻ്റെ ദൂതനെ അയക്കുകയാ, ദൈവം തൻ്റെ പ്രവൃത്തി അയക്കുകയാ. ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ, ചിലതിനെ വിടുവിച്ചു കൊണ്ടുവരുവാൻ. ഹല്ലേലൂയ. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനങ്ങൾ അവിടെ ആമെ കൊല്ലുന്നുവാനിടയായി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു മാറിയെങ്കിൽ ഈ ദിവസങ്ങളിൽ ചില ചങ്ങലകൾ അഴിഞ്ഞു മാറാൻ പരിശുദ്ധാത്മാവിന്റെ ദൂതനെ അയക്കുകയാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വാതിലുകൾ സ്വതവേ തുറന്നുപോയി കേട്ടോ. പട്ടണത്തിന് വെളിയിലുള്ള ഇരുമ്പ് വാതിൽ സ്വതവേ തുറന്നു. വാതിലുകൾ തുറക്കുക, അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കുക. ഐക്യതപ്പെട്ടാൽ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവനൊന്ന് ഐക്യപ്പെടാൻ തയ്യാറായാൽ വാതിലുകൾ തുറക്കാൻ പോകുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് തൂത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ദിവസങ്ങളിൽ നിന്റെ പ്രാർത്ഥനയിൽ നീ ഒന്ന് ഐക്യതപ്പെട്ടാൽ, സിംഫണി പോലെ ഒന്ന് ഐക്യബദ്ധപ്പെട്ടാൽ, ഈ ദിവസങ്ങളിൽ ദൈവം ചില വാതിലുകളെ തുറന്നു തരികയാണ്. ചില കെട്ടുകളെ ദൈവം അഴിക്കാൻ പോകുക. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനങ്ങള് കുലുക്കുന്ന ദൈവ സാന്നിധ്യം അവൻ ചില മേഖലകളിൽ വ്യാപരിക്കാൻ പോകുകയാണ്. നിങ്ങൾ രണ്ടുപേർ തമ്മിൽ ഐകമത്യപ്പെട്ടാൽ, സ്തോത്രം. വിശുദ്ധ തിരുവെഴുത്ത് മുഴുവൻ ഇങ്ങനെ ഐകമത്യപ്പെട്ട് ഐക്യതയിൽ വിടുതൽ പ്രാപിച്ചവരുടെ ചരിത്രമാണ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തൻ്റെ വ്യക്തിപരമായ അനുഭവം കൊരിന്ത്യർ ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 1:11. അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ
തുണയ്ക്കുന്നുണ്ടല്ലോ. അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്ക് വേണ്ടി പലരാലും ഞങ്ങൾ നിമിത്തം സ്തോത്രമുണ്ടാകുവാനിടവരും. അപ്പോസ്തലനായ പൗലോസ് ആസ്യയിൽ വെച്ച് തനിക്കുണ്ടായ വലിയ കഷ്ടതയുടെയും പീഡനത്തിൻ്റെയും ചരിത്രം കൊരിന്തിലെ വിശ്വാസികളെ ബോധ്യപ്പെടുത്തുകയാണ്. ആസ്യയിൽ വെച്ച് ഞങ്ങൾക്ക് ഒത്തിരി പ്രശ്നമുണ്ടായി. ആ പ്രശ്നത്തെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയാം. 8-ാം വാക്യത്തിൽ അത് പറയുന്നുണ്ട്. ആസ്യയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടെ ഇരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്കുമീതെ അത്യന്തം ഭാരപ്പെട്ടു. നോക്കണേ, വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ചരിത്രം പറയുകയാണ്. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നി. അപ്പോസ്തലനായ പൗലോസ് തനിക്ക് നിരാശ തോന്നി എന്ന് പറയുക. അത്യന്തം ഭാരപ്പെട്ടു, മരിക്കുമെന്ന് ഉള്ളിൽ നിശ്ചയിച്ചു. വലിയ പ്രതിസന്ധി, ഒറ്റയ്ക്ക് താങ്ങാൻ പറ്റാത്ത പ്രതിസന്ധി, ഒറ്റയ്ക്ക് വഹിക്കാൻ പറ്റാത്തൊരു പ്രതിസന്ധി. ഞാൻ പറഞ്ഞില്ലേ, ഇത് ചില കാര്യങ്ങൾ നമുക്ക് ഒറ്റയ്ക്ക് വഹിക്കാൻ പറ്റില്ല. നമ്മളെത്ര വലിയ ആളാണെങ്കിലും. പൗലോസ് ചെറിയ ആളാണോ? അല്ല, വലിയ പ്രാർത്ഥനാ മനുഷ്യൻ. 3-ാം സ്വർഗത്തോളം കയറിപ്പോയവൻ, അതിശ്രേഷ്ഠനായ അപ്പോസ്തലൻ, വെളിപ്പാടിൻ്റെ ആഴങ്ങളുള്ള മനുഷ്യൻ. പക്ഷെ പറയുക, എനിക്ക് നിരാശ തോന്നി, ശക്തിക്കുമീതെ അത്യന്തം ഭാരപ്പെട്ടു, മരിക്കുമെന്ന് ഉള്ളിൽ നിശ്ചയിച്ചു. പക്ഷേ ഒറ്റയ്ക്ക് ഇത് വഹിക്കാൻ വയ്യാതായപ്പോൾ നിങ്ങൾ അതറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളത് അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തിനു വേണ്ടിയാ? പ്രാർത്ഥനയിൽ നിങ്ങളുടെ ഒരു സഹായം ഞങ്ങൾക്ക് വേണം. ഈ പ്രതിസന്ധിയിൽ കൊരിന്തിലെ വിശ്വാസികളെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പൗലോസ് ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞില്ലേ, ഒറ്റയ്ക്ക് വഹിക്കേണ്ട കാര്യമല്ല, ഒറ്റയ്ക്ക് ചുമക്കാൻ ചിലത് പറ്റുകയില്ല. ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാൻ വേണം, ആരെങ്കിലുമൊക്കെ ഒന്ന് താങ്ങാൻ വേണം. പൗലോസ് കൊരിന്ത്യരോട് പ്രാർത്ഥന അഭ്യർത്ഥിച്ചു. എന്താ സംഭവിച്ചത്? കൊരിന്ത്യയിലെ വിശ്വാസികൾ ശക്തമായി പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ശക്തമായി കരഞ്ഞു. പൗലോസിനത് മനസ്സിലായി. ആസ്യയിൽ വെച്ച് തകരുമെന്ന് കരുതിയിടത്ത്, മരിക്കുമെന്ന് കരുതിയിടത്ത്, നിരാശ തോന്നി എല്ലാം അവസാനിക്കുമെന്ന് കരുതിയിടത്ത് പൗലോസിനെ കൂട്ടരെയും ദൈവം വിടുവിച്ചു. 10-ാം വാക്യം, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു, വിടുവിക്കുകയും ചെയ്യും, മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചുമിരിക്കുന്നു. കേട്ടോ, നിരാശയുടെ ഒരു സാക്ഷ്യം പറഞ്ഞതാ, തകർച്ചയുടെ ഒരു സാക്ഷ്യം പറഞ്ഞതാ. പക്ഷേ തകർച്ചയുടെയും നിരാശയുടെയും സാക്ഷ്യം ഇപ്പൊ എന്തായി മാറി? പ്രത്യാശയുടെ സാക്ഷ്യമായി മാറി. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നിരാശയുടെ സാക്ഷ്യം പറയുന്നവരായിരിക്കാം നിങ്ങൾ, വിടുതലില്ലാത്തതിനെ കുറിച്ച് സംസാരിക്കുന്നവരായിരിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശയ്ക്ക് വകയില്ലെന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്നവരായിരിക്കാം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. നിങ്ങളുടെ ഈ നിരാശയുടെ സാക്ഷ്യത്തെ മാറ്റി പ്രത്യാശയുടെ ഒരു സാക്ഷ്യം പറയാൻ ദൈവം നിങ്ങൾക്ക് അവസരം തരും. അതിന് പ്രാർത്ഥനയിൽ പിന്തുണയ്ക്കുന്ന ചിലർ നിങ്ങൾക്കുണ്ടാകണം. ചിലരോട് പ്രാർത്ഥിക്കുമെന്ന് ഉറപ്പുള്ള ചിലരോട്, നിങ്ങളുടെ ഭാരം ഏറ്റെടുക്കുമെന്ന് ഉറപ്പുള്ളവരോട്, അഹരോനെ പോലെ ഹൂരനെ പോലെയുള്ള ചില മനുഷ്യരോട്, ഹല്ലേലൂയ, പത്രോസ് തടവിൽ നിന്ന് പുറത്തു വരണമെന്ന് അല്ലെ ആഗ്രഹിച്ച ആദിമ സഭയിലെ ആ വിശ്വാസികളെ പോലെ ചിലരോട്, യഹോശാഫാത്തിനോടുകൂടെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ദൈവം പറഞ്ഞത് വിശ്വസിച്ച് ദൈവത്തിന് വേണ്ടി നിന്ന അവരെ പോലെ ചിലരോട് നിങ്ങളുടെ വിഷയം പറഞ്ഞാൽ, സ്തോത്രം, അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവർ നിങ്ങൾക്ക് വേണ്ടി നിലവിളിക്കും.
നിങ്ങളുടെ ഭാരങ്ങൾ അവർ ഏറ്റെടുക്കും. എന്താ അതിൻ്റെ ഫലം? അതിൻ്റെ റിസൾട്ട് എന്താ? പൗലോസ് പറയാ, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു. ഹല്ലേലൂയ. എന്താ കാരണം? തൊട്ട് താഴത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു, നമ്മൾ വായിച്ച ആ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അതിന് നിങ്ങളും ഞങ്ങളെ തുണയ്ക്കുന്നുണ്ടല്ലോ. പ്രാർത്ഥനയിൽ നിങ്ങൾ ഞങ്ങളെ തുണയ്ക്കുന്നുണ്ടല്ലോ. പൗലോസിന് മനസ്സിലായി ഇത് എൻ്റെ മിടുക്ക് കൊണ്ട് നേടിയതല്ല. പൗലോസിന് മനസ്സിലായി ഇതെൻ്റെ കഴിവ് കൊണ്ടല്ല, ഇതെൻ്റെ പ്രാഗൽഭ്യം കൊണ്ടല്ല. അനേകർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടാ, പലർ ഞങ്ങൾക്ക് വേണ്ടി കരഞ്ഞത് കൊണ്ടാ, പലരാൾ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ദൈവകൃപയാ. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അനേകരെന്നും വിശ്വാസത്തിൽ നിലനിൽക്കുന്നത്, അനേകരെന്നും കൃപയിൽ നിൽക്കുന്നത്, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിൽ നിന്ന് വല്ലതുമൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ, പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വന്തം കഴിവ് കൊണ്ടോ സ്വന്തം പ്രാർത്ഥന കൊണ്ടോ മാത്രമല്ല, അനേകരുടെ കണ്ണുനീര് കൊണ്ടാ, അനേകരുടെ പ്രാർത്ഥന കൊണ്ടാ, അനേകരുടെ നിലവിളി കൊണ്ടാണ് ഇന്നായിരിക്കുന്ന അനുഭവത്തിൽ ഞാനും നിങ്ങളും ആയത്തുറന്നത്. നന്ദിയോടെ സ്തോത്രം ചെയ്യണം. അതിന് നാം പലരോടും നന്ദിയുള്ളവരായിരിക്കണം. പൗലോസ് പറയുക, പലരാൾ ഞങ്ങൾക്ക് കിട്ടിയ ദൈവകൃപയ്ക്കായി സ്തോത്രം. നിങ്ങളും അതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ തുണയ്ക്കുന്നുണ്ടല്ലോ. ഇന്ന് പകൽ വചനം കേൾക്കുന്നവരെ, പ്രാർത്ഥനയിൽ തുണയ്ക്കുവാൻ പൗലോസിന് കുറേ ആളുകൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യം പറയാനിടയായത്. നമുക്കും പ്രാർത്ഥനയിൽ തുണയ്ക്കുവാൻ ചിലരുണ്ടെങ്കിൽ നിരാശയുടെ സാക്ഷ്യമല്ല, പ്രത്യാശയുടെ സാക്ഷ്യം പറയാൻ നമുക്കും ഇടയാകും. ഞാൻ എൻ്റെ വാക്കുകളെ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് പരസ്പരം പിന്തുണയ്ക്കാൻ വേണ്ടിയാണ്, പരസ്പരം പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുന്നത്. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം പറയുന്നത് പോലെ, നിങ്ങൾ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പി. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഭാരം ചുമക്കാൻ വേണ്ടിയാണ്. മറ്റുള്ളവരുടെ ഭാരം ചുമക്കാൻ, വേദനപ്പെട്ടു വരുന്ന ഒരാൾ, തകർന്ന ഒരാൾ, അവരുടെ ഭാരം നിങ്ങളുടേതായ ഭാരമായി ചുമക്കുന്ന ഒരാത്മീയ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരമാണ് ആ ഭാരമൊന്ന് ചുമക്കുവാൻ, ദൈവസന്നിധിയിൽ അവരുടെ വേദനയൊന്ന് ചുമക്കുവാൻ. നാം ഒന്ന് ആത്മാവിൽ ഒരുങ്ങുമ്പോൾ, നിങ്ങളൊന്ന് ഐകമത്യപ്പെടാൻ തുടങ്ങുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും. നാം ഒന്ന് ഐകമത്യപ്പെട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇടയാകും. റോമാലേഖനം 15-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പൗലോസ് ശ്ലീഹ ഇങ്ങനെ പറയുന്നു, ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും ചെയ്യണം. പൗലോസ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതി, കണ്ടോ, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം കൂടെ നോക്കണം. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ ഉത്തരവാദിത്വമാണ്. മറ്റുള്ളവൻ്റെ വിഷയം നമ്മുടെ വിഷയമായിട്ട് ഏറ്റെടുക്കേണ്ടത് ഉത്തരവാദിത്വമാണ്. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതാ. അങ്ങനെ ചിലർ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഇന്ന് ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുമ്പോൾ, സമചിന്താഗതിക്കാരായ ചിലരെ നമ്മൾ കണ്ടെത്തണം. ആരെ കണ്ടെത്തും? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, എൻ്റെ വിഷയം ഏറ്റെടുക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ളവരാരാ? സ്തോത്രം. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ദൈവത്തെ സ്നേഹിക്കുന്നവരെ ആരെങ്കിലും നിങ്ങൾ കണ്ടെത്താമെങ്കിൽ നിശ്ചയമായും ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുന്നവൻ, അല്ലേ, അവിടുത്തെ കൽപ്പനകളെയും സ്നേഹിക്കും, കൽപ്പനകൾ അനുസരിക്കും. ഒരാൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, അതാണ് യോഹന്നാൻ പറഞ്ഞത്, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും കൂട്ടുകാരനെ പകയ്ക്കുകയും ചെയ്താൽ അവൻ കള്ളനാകുന്നു, അല്ലേ? അപ്പോൾ അവനിൽ ദൈവസ്നേഹമില്ല. അപ്പോൾ ശരിക്കും ഒരാൾ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഓർത്തോ, അവർ നിങ്ങളെ സ്നേഹിക്കും, നിങ്ങളുടെ വിഷയങ്ങളും അവരേറ്റെടുക്കും. കാരണം അവർക്ക് നിങ്ങൾ അവരുടെ പിതാവിൻ്റെ മക്കളാ, നിങ്ങൾ സഹോദരങ്ങളാ. സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്നവരെ ഒന്ന് കണ്ടെത്തിയാൽ അവർ നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. 2, ഒരേ ആത്മാവിൽ ജീവിക്കുന്നവരെ നിങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞാൽ അവർ എന്തു ചെയ്യും? നമ്മുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം ഇതെല്ലാം ഒരാത്മാവാണ് നിയന്ത്രിക്കേണ്ടത്.
എല്ലാവരിലും ഒരേ ആത്മാവാണെങ്കിൽ ആത്മാവ് എന്ത് ചെയ്യും? വ്യക്തികളെ ഐക്യപ്പെടുത്തും, സംസാരിക്കും. ഒരേ ആത്മാവിലാണെങ്കിൽ നാം ഒന്നിച്ചു നിന്ന് പോരാടാനിടയാകും. ദൈവസഭയ്ക്കകത്ത് ആളുകൾ വിഷയത്തിൽ ഒന്നിക്കണമെങ്കിൽ ഒരേ ആത്മാവിൽ വസിക്കണം, അല്ലെ? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എല്ലാവരിലും വ്യാപരിക്കണം, എങ്കിലേ അവരാത്മാവിൽ ഒന്നിക്കുകയുള്ളൂ. നമുക്കങ്ങനെയുള്ളവരെ കണ്ടെത്താനിടയാകട്ടെ. നമുക്കങ്ങനെ ആയിത്തീരാം. മറ്റുള്ളവരുടെ വിഷയം കേൾക്കുമ്പോൾ അത് നമ്മുടെ വിഷയമായി ഏറ്റെടുക്കുവാൻ തയ്യാറായാൽ നമ്മൾ ഈ ദിവസങ്ങളിൽ ആത്മാവിൽ ഒന്നിക്കും. ഒരു കാര്യം കൂടെ പറയാം, ആത്മാവിൽ യുദ്ധം ചെയ്യുന്നവരായിരിക്കണം. ചില വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും വില കൊടുക്കണം, വേണ്ടേ? യുദ്ധം ചെയ്യണം, ആത്മാവിൽ യുദ്ധം ചെയ്യണം. അവരോട് പോരാടുന്ന ശത്രുവിനോട് പോരാടണം. അവരുടെ വിഷയം ഏറ്റെടുക്കുമ്പോൾ വലിയൊരു മല്ലയുദ്ധം തന്നെ ചെയ്യേണ്ടി വരും. ആത്മാവിൽ പോരാടാൻ കരുത്തുള്ളവരെ, ആത്മശക്തി ഉള്ളവരായിരിക്കണം അങ്ങനെയുള്ളവർ. സ്തോത്രം. അങ്ങനെയുള്ളവർ ഒരുമിച്ച് നിന്ന് പോരാടിയാൽ ഈ ദിവസങ്ങളിൽ ദൈവസഭയ്ക്ക്, ജനത്തിന് വലിയ ജയമേറ്റെടുക്കാൻ കഴിയും. ഈ ദിവസങ്ങളിൽ ഭാരപ്പെടുന്ന വിഷയങ്ങളിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിക്കാനിടയായിത്തീരും. അതിനെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദൈവത്തിന് മുമ്പാകെ ഒന്ന് അടച്ചാട്ടെ. കർത്താവ് ഇന്ന് വചന മുഖാന്തരം നമ്മോട് ഇടപെട്ടല്ലോ. നമ്മളൊന്ന് ഐക്യതപ്പെടാം. അഹരോനെയും ഹൂരിനെയും പോലെ മോശയുടെ കരം താങ്ങിയതുപോലെ നമുക്കൊന്ന് പ്രാർത്ഥനയിലൊന്ന് കരം കൊടുക്കാം. കരങ്ങളെ ഒന്ന് ബലപ്പെടുത്താം, കരങ്ങളെ ഒന്ന് താങ്ങാം. പ്രാർത്ഥനയുടെ കരം ഉയരട്ടെ, പ്രാർത്ഥനയുടെ കരം ഉയരട്ടെ, പ്രാർത്ഥനയുടെ കരം ഉയരട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധനും നിത്യനുമായ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ അവിടുത്തെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യും. ഇന്ന് ഞങ്ങൾക്കൊരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിൽ വരുവാനിടയായി. കർത്താവെ, പ്രാർത്ഥനയിൽ ഐക്യപ്പെടുവാൻ കർത്താവ് ഞങ്ങളോട് സംസാരിച്ചു. ഐക്യത്തോടെ നിന്നാൽ, പ്രാർത്ഥിച്ചാൽ വലിയൊരു ജയം നേടുവാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് അങ്ങ് ഞങ്ങളോട് സംസാരിച്ചു. ഇന്ന് വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അവരുടെ എല്ലാ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭാരങ്ങളെയെല്ലാം നിൻ്റെ മുമ്പാകെ അർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഏത് പ്രശ്നമാണെങ്കിലും, ഏത് പ്രതിസന്ധിയാണെങ്കിലും സ്വർഗത്തിലെ ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കണമേ. സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടണമേ, അങ്ങയുടെ കൃപ വെളിപ്പെടണമേ. കർത്താവേ, അങ്ങയുടെ ജനത്തിന് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യണമേ. ഞങ്ങൾക്ക് പോകുവാൻ പറ്റാത്തിടത്ത് അങ്ങയുടെ ദൂതനെ അയക്കുന്ന ദൈവം, ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത ഭാഗത്ത് അങ്ങ് പ്രവർത്തിക്കുന്ന ദൈവമാണ്. നിങ്ങൾക്ക് പ്രയാസമുള്ളത് എൻ്റെ അടുത്ത് കൊണ്ടുവരുവേൻ, ഞാനത് നിവർത്തിച്ചു തരാമെന്ന് അരുളി ചെയ്ത ദൈവം. അത്ഭുതത്തിൻ്റെ കരം വിഷയങ്ങളുടെ മേലെല്ലാം നീട്ടുമാറാകണം. അങ്ങനെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. വചനമുഖാന്തരം ഞങ്ങളെ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.